പിന്നെ കുറേ മിത്തുകളുണ്ടല്ലോ, 20 മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. ഇനീഷ്യലി കോവിഡും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ഒരു 1 മന്തോളം ഞാൻ 15 hours ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ 2 attempt എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തുടങ്ങണത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങണത്. ഇന്ന് ഓൺലൈൻ കോഴ്സസ് കൊടുത്തിരുന്ന അമൃത മാത്രമായിരുന്നു. പാസ്സായപ്പോൾ എൻ്റെ പല ബന്ധുക്കളും വന്ന് നീ പഠിക്കുമെന്നാണ് ചോദിച്ചത്. ഹിസ്റ്ററി ഇതുവരെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാണ്ട് പഠിച്ചിരുന്ന സബ്ജക്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. ബട്ട് ആ കൊല്ലം ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറണ്ട് അഫയേഴ്സ് നോക്കിയില്ല. മെയിൻസ് കാരണം പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അവർ പ്രിലിംസിന് വേണ്ടി കൊല്ലങ്ങളോളം പഠിക്കും. അവർ 6 years 5 years ഒക്കെ അവർ പ്രിലിംസിന് വേണ്ടി പഠിക്കും. ബട്ട് വെൻ ദേ ഗെറ്റ് ഇൻ ടു ദ മെയിൻ സ്റ്റേജ് അവർ അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല. 0.18 മാർക്കിനാണ് എനിക്ക് CSAT പോയത്. ചെറിയ മാർജിനാണ്. അതെ, മറ്റേത് ഫോറസ്റ്റ് കട്ട് ഓഫും കിടന്നിട്ടുണ്ടായിരുന്നു. സർവീസിൽ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന 2 പേര് കയറി. അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മെയിൻസ് എഴുതിയിരുന്നതാണ്, സിമിലർ മാർക്സ് വന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ വൺ ഓഫ് ദി ബെസ്റ്റ് പാനൽസ് വരുന്ന ഒരു സ്ഥലമാണ് അമൃത. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മോക്ക് ഞാൻ ഇവിടെയാണ് കൊടുത്തിരുന്നത്. അത് വൻ ദുരന്തമായിരുന്നു. ഹലോ, ഇന്ന് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2023 ടോപ്പറായ അക്ഷയ് ദിലീപാണ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്. റാങ്ക് 439 അച്ചീവ് ചെയ്ത് ആ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ അക്ഷയ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അക്ഷയ് ദിലീപ്, അവർ PCM സ്റ്റുഡൻറ്റ്. ഹലോ അക്ഷയ്. താങ്ക് യു സർ. Okay. So from an engineer to a civil service aspirant, why were you into this civil service preparation? സർ, ഞാൻ 2016 പാസ് ഔട്ട് ആയതാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 7 years സ്വന്തമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു ഫേമിൽ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആക്ച്വലി കുറേ കാലമായിട്ടുണ്ടായിരുന്നൊരു ആഗ്രഹം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ അമൃതയിൽ ആക്ച്വലി ഓൺലൈനായിട്ട് കോഴ്സ് ജോയിൻ ചെയ്യാണ് PCMൻ്റെ. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം സ്റ്റഡീസിൻ്റെ ആ ഒരു പാറ്റേൺ വിട്ടിട്ടുണ്ടായിരുന്നു. 2016 പഠിപ്പ് വിട്ടിട്ട് 4 കൊല്ലമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അത് പിക്കപ്പ് ചെയ്തു. ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 3rd attempt ക്ലിയർ ചെയ്തു. ഓക്കെ. സോ അക്ഷയുടെ ജേർണി എന്ന് പറയുന്നത് ഒരു BTech ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വർക്കിംഗ് കഴിഞ്ഞ് നമ്മുടെ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ പല ആസ്പിറൻസും ഫേസ് ചെയ്യുന്നൊരു സ്ട്രഗിളായിരുന്നു. നമ്മുടെ ഒരു എന്താ പറയുക, സ്റ്റഡി ഗ്യാപ്പ്, അതുപോലെ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സോഷ്യൽ സ്റ്റഡീസിലോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് പ്രിപ്പറേഷൻ, ആ ഒരു മെത്തേഡിൽ ഹൗ ആർ യു ഏബിൾ ടു മാനേജ് യുവർ സെൽഫ്? എങ്ങനെ നമ്മുടെ സ്റ്റഡീസിൻ്റെ രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചു? ഹൗ ആർ ദ മെൻറ്റേഴ്സ് ഹെൽപ്ഫുൾ, ഓർ ഹൗ ഡിഡ് യു മാനേജ് യുവർ സെൽഫ്? സർ, ആസ് ഐ സെഡ്, ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ മിത്തുകളുണ്ടല്ലോ, 20 മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. ഇനീഷ്യലി കോവിഡും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ഒരു 1 മന്തോളം ഞാൻ 15 hours ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി, കാരണം കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അപ്പോഴാണ് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഞാൻ എന്നാലും ക്വൈറ്റ് നമ്പർ ഓഫ് hours ഇരുന്നിരുന്നു. ബട്ട് 15 എന്നുള്ളതൊക്കെ ഞാൻ വെട്ടി കുറച്ചൊരു 10-8 മണിക്കൂറാക്കി കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ് ഇവിടുത്തെ ഒരു മുമ്പത്തെ ഒരു ഫാക്കൽറ്റി ഹിസ്റ്ററിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. നിതിൻ കുന്നേപ്പറമ്പിൽ, ആളിപ്പോൾ സർവീസിലുണ്ട്, IFS ആണ്. ആളുടെ മോഡ് ഓഫ് ടീച്ചിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹിസ്റ്ററി ഇതുവരെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാണ്ട് പഠിച്ചിരുന്ന സബ്ജക്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. ഇവിടെ വരുന്ന ഏതൊരു ആസ്പിറൻറ്റിൻ്റെയും ഏറ്റവും വലിയൊരു ഫിയർ എന്ന് പറയുന്ന ഹിസ്റ്ററി. ഈശ്വര, എന്നെ കൊണ്ടത് പറ്റില്ല, അതുപോലെ എക്കണോമിയും എനിക്കിത് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ മാറ്റി നിർത്തുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എനിക്ക് ഹെൽപ്ഫുള്ളായ കാര്യം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇതേ ചെയ്യാനുള്ളൂ. പ്രോസസ്സ് എൻജോയ് ചെയ്യുക. മൾട്ടിപ്പിൾ ടൈംസ് NCERTസും ബേസിക് ബുക്സ് വായിച്ചു. ആ കൊല്ലം ഈ പറഞ്ഞ പോലെ കോവിഡ് കാരണം 3 months എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും പോളിറ്റി, ലക്ഷ്മികാന്ത് ആയാലും ബേസിക് ബുക്സ് കോൺസ്റ്റൻ്റ്ലി വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു. ബട്ട് ആ കൊല്ലം ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറണ്ട് അഫയേഴ്സ് നോക്കിയില്ല. ന്യൂസ് പേപ്പർ റീഡ് ചെയ്തു എന്നല്ലാണ്ട് അതിന് എങ്ങനെ അത് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് അവസാനത്തെ 3 മാസമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൊല്ലം GS വളരെ മാർക്ക് കുറവായിരുന്നു. CSAT കയറിയെങ്കിലും. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഫസ്റ്റ് ഇയർ. അതെ. പിന്നെ 2nd attempt വന്നപ്പോൾ ആ
അത് ഞാൻ റെക്ടിഫൈ ചെയ്തു. Okay. പക്ഷെ അപ്പോൾ വേറൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. അതായത് CSAT ഞാൻ പാസ്സായില്ലേ എന്നുള്ളൊരു ഇതിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം മാത്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. എഞ്ചിനീയേഴ്സിന് യൂഷ്വലി ഉള്ളൊരു ഇതാണ്, എഞ്ചിനീയർ ആണ്, എനിക്ക് CSAT ഓക്കെ ആണ്, കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു ഇതിൽ മേ ബി അഹങ്കാരമായിരിക്കാം. അത് പക്ഷെ പ്രശ്നമായി. കാരണം 0.18 മാർക്കിനാണ് എനിക്ക് CSAT പോയത്. ചെറിയ മാർജിനാണ്. അതെ, മറ്റേത് ഫോറസ്റ്റ് കട്ട് ഓഫും കിടന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ മിസ്റ്റേക്ക്. ചെറിയ മാർജിൻ ആകുമ്പോൾ നമ്മൾ മെയിൻസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഓൺ എക്സ്പെക്ടേഷൻ. മെയിൻസ് പ്രിപ്പറേഷൻ ഞാൻ ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. മെയിൻസ് കാരണം പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അവർ പ്രിലിംസിന് വേണ്ടി കൊല്ലങ്ങളോളം പഠിക്കും. അവർ 6 years 5 years ഒക്കെ അവർ പ്രിലിംസിന് വേണ്ടി പഠിക്കും. ബട്ട് വെൻ ദേ ഗെറ്റ് ഇൻ ടു ദ മെയിൻ സ്റ്റേജ് അവർ അതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടേ മെയിൻസിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് ടിൽ ഒരു ഒക്ടോബറിൽ അത് കഴിഞ്ഞ് ഒരു ടിൽ Jan-Feb വരെ മെയിൻസിനെ ഫോക്കസ് ചെയ്ത് പഠിച്ച് പിന്നെ Feb തൊട്ട് അഗെയിൻ കംപ്ലീറ്റ്ലി പ്രിലിംസ് മോഡായി. അത് ആക്ച്വലി GSന് ഹെൽപ്ഫുള്ളായി. ബട്ട് അഗെയിൻ CSAT അന്നും ആ വട്ടം നോക്കിയില്ല. ബട്ട് ഈ വട്ടം ഞാനത് കവറപ്പ് ചെയ്തു. രണ്ടും ചാൻസ് എടുക്കാൻ പറ്റില്ല. അതാണ് പലപ്പോഴും പലർക്കും പറ്റുന്ന എന്താ വെച്ചാൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അത് ഒരു പേഴ്സണൽ ഇഷ്യൂ എന്നല്ല, ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത. അത് ഇത്രയും മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നമ്മൾ പഠിച്ച് ഇത്രയും സോഷ്യൽ സബ്ജക്ട്സ് പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ CSATൽ മാത്സും റീസണിങ്ങും അതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതൊരു ചലഞ്ചാണ്. ആൻഡ് ആ ഒരു ചലഞ്ചിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇപ്പോൾ അക്ഷയ് പറഞ്ഞു, അത് നമ്മൾ അതിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്തു എന്നുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഹൗ വെൽ വെർ യു മോട്ടിവേറ്റഡ് ഫോർ ദാറ്റ്? കാരണം പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നത് 1-2 പ്രിലിംസിന് ഒരു ഫെയിലിയർ സെറ്റ് ബാക്ക് ഫേസ് ചെയ്യുമ്പോൾ അവരങ്ങ് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തീരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ്. മെൻ്റലി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹൗ ഡിഡ് യു മാനേജ് യുവർ സെൽഫ്? മെൻ്റലി എങ്ങനെ മാനേജ് ചെയ്തു? സർ, മെൻ്റലി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ 2 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ തുടങ്ങണത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങണത്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ കുഡ് ഡു ദിസ്. കുറച്ചും കൂടെ വർക്ക് ഇട്ടാൽ മതി. സെക്കൻഡ് അറ്റംപ്റ്റിൽ GS സ്കോർ നന്നായി കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. CSAT എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഞാൻ പോയതാണ്. അതുകൊണ്ട് അതിൽ ഡീമോട്ടിവേറ്റഡ് ആവാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഗെയിൻ വർക്ക് ചെയ്തു. പിന്നെ ആ കൊല്ലം തന്നെ സർവീസിൽ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന 2 പേര് കയറി. അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മെയിൻസ് എഴുതിയിരുന്നതാണ്, സിമിലർ മാർക്സ് വന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു, പല എക്സാംസിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തു. യെസ്, അതാണ് നമുക്ക് എവിടെയാണ് പ്രശ്നം പറ്റുക അത് ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് അൺനെസസറിലി നമ്മൾ മെന്റലി ബ്രേക്ക് ഡൗൺ ആവുന്നതുകൊണ്ട് ദർ ഇസ് നോ യൂസ് ഇൻ ഇറ്റ് ആക്ച്വലി. എക്സാക്ട്ലി. യെസ്, ഗുഡ്. സോ 2020 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ഇയർ ആയിരുന്നു, കോവിഡ് ഇയർ ആയിട്ട്. സോ വൈ ഡിഡ് യു ചൂസ് അമൃത IAS ഈ ഒരു പ്രിപ്പറേഷൻ ചൂസ് ചെയ്യാനായിട്ട്? സർ, പ്രൈമറിലി അന്ന് ഓൺലൈൻ കോഴ്സസ് കൊടുത്തിരുന്ന അമൃത മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ട്രിവാൻഡ്രത്തുള്ള 1-2 ഫ്രണ്ട്സിനോട് അന്വേഷിച്ചപ്പോഴും അമൃതയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അമൃത ചൂസ് ചെയ്തതാണ് ഞാൻ. ആൻഡ് ഹൗ ഡിഡ് വി ഹെൽപ്പ് യു? ലൈക്ക് ആ ഒരു ബേസിക്സ്, ആ ഒരു എന്താ പറയുക, നമ്മൾ ബേബി സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൗ വെർ വി ഹെൽപ്ഫുൾ യു? സർ, പ്രൈമറിലി ആസ് ഐ സെഡ് ഹിസ്റ്ററി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് എക്കണോമി ഒരു ബേസും ഇല്ല. ശിവ സാർ ഉണ്ടായിരുന്നു, ആളാണ് എനിക്ക് ബേസിക് എക്കണോമി കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ പോലും ഐ കുഡ് റീച്ച് ഔട്ട് ദം. പിന്നെ നിതിൻ സർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ എല്ലാവരും വിടുന്ന ഒരു ഭാഗമാണ്. അതിനെ വളരെ അതെ. സോ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഇപ്പോഴും ഞാൻ സ്ട്രോങ് ആണ്. അറ്റ്ലീസ്റ്റ് ബേസിക് സ്റ്റഫ് എപ്പോഴും കയ്യിലുണ്ട് എന്നുള്ളൊരു ക്രോണോളജി ആണെങ്കിലും ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മുടെ UPSC ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ബേസിക് സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിൽ തന്നെ കുറേ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആഡ് ഓൺ ആണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വർക്ക്. അതെ, അതെന്തായാലും നമ്മൾ ചെയ്യണം. കാരണം ടീച്ചേഴ്സ് ക്യാൻ ഓൺലി ഡു സോ മച്ച്. അതെ, നമുക്ക് ആ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് തരാൻ പറ്റും, ഒരു പുഷ് തരാൻ എന്നല്ലാതെ ബാക്കി വർക്ക് ആസ്പിറന്റ് ഇടുന്നിടത്താണ് സക്സസ് വരുന്നത്. ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റും ആ ഒരു ലെവൽ ക്രോസ് ചെയ്യാത്ത കാൻഡിഡേറ്റ് നമ്മൾ ഡിഫറൻസ് അതാണ്. യെസ്, ഗുഡ്. ആൻഡ് മാർക്സ് നോക്കുമ്പോൾ അക്ഷയുടെ ഇന്റർവ്യൂ മാർക്സ് ആർ വെരി ഡീസെന്റ് മാർക്സ്. 195 മാർക്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹൗ ഡിഡ് യു പ്രിപ്പയർ യുവർസെൽഫ് ഫോർ ദാറ്റ്? ആ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷനിൽ? സർ, ഇന്റർവ്യൂ എത്തിയപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ബി ഫ്രാങ്ക്. അപ്പോൾ എല്ലായിടത്തും പോയി മോക്സ് കൊടുക്കുക എന്നുള്ളൊരു ഒരു തോട്ടാണ് എനിക്ക് വന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, എല്ലാവരും എക്സ്പോഷർ കിട്ടുക. കാരണം എല്ലായിടത്തും എമിനന്റ് പാനൽസ് വരും. അതുപോലെ വൺ ഓഫ് ദി ബെസ്റ്റ് പാനൽസ് വരുന്ന ഒരു സ്ഥലമാണ് അമൃത. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മോക്ക് ഞാൻ ഇവിടെയാണ് കൊടുത്തിരുന്നത്.
അത് വൻ ദുരന്തമായിരുന്നു. കാരണം ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ പറയാ, സ്ട്രെസ്ഡ് ആയിരുന്നു കുറച്ച്. ഞാൻ ഇന്റിമിഡേറ്റഡ് ആയി, കാരണം വലിയ ആൾക്കാരിക്കുന്നു, എക്സ് DGP ഹേമേന്ദ്രൻ സാർ പോലത്തെ ആൾക്കാർക്ക്. കാരണം എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് IPS ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് ഇന്റിമിഡേറ്റ് ആയി. അല്ല, അതായിട്ട് ബന്ധമല്ലേ സർ. ബട്ട് യെസ് സർ, അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളത് വരെ നമുക്കൊരു ഡൗട്ടാണ്. അതെ. അപ്പോൾ ഇനീഷ്യലി എൻ്റെ മോക്ക് വളരെ മോശം തന്നെയായിട്ടാണ് എനിക്കും തോന്നിയത്. അവർ ഓണസ്റ്റ്ലി എന്നോട് കാര്യം പറയുകയും ചെയ്തു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു മോക്കും എനിക്ക് അത്രയും മോശമായിട്ടില്ല. കാരണം ഓണസ്റ്റായിട്ട് അവരെന്നോട് പറഞ്ഞത് ബേസിക്കലി ഇത്ര കാര്യമുള്ളൂ. മെയിൻസിൽ നിന്ന് ഓൾമോസ്റ്റ് 2800 പേരെയാണ് വിളിക്കുന്നത്. ഷോ ദാറ്റ് കോൺഫിഡൻസ്. അത് പ്രൈമർലി നമ്മൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ സ്റ്റേജിൽ. നമുക്കറിയില്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് അറിയില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് പലർക്കും ആ സ്റ്റേജിൽ പെട്ടെന്ന് വരില്ല. അപ്പോൾ അത് ഓണസ്റ്റായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു ഫീഡ്ബാക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. പിന്നെ എല്ലാ മോക്സും ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ആൻഡ് ഹേമേന്ദ്രൻ സാറുമായിട്ട് 1-to-1 സെഷൻസും കിട്ടിയിരുന്നു? ഉണ്ട് സർ. ഹൗ ഹെൽപ്ഫുൾ വാസ് ഇറ്റ്? സർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ പോലീസ് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയിരുന്നത്. റിയൽ UPSC ഇൻ്റർവ്യൂവിൽ അതൊന്നും ചോദിച്ചില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ അത് ബാധിക്കും. ഇഫ് യു ആർ പ്രിപ്പയർഡ് വെൽ, ഇഫ് യു ഹാവ് എ ഔട്ട്ലുക്ക്, ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള DGP പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് എക്സ്പോഷർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ IPS ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് ചോദിച്ചില്ല. ബട്ട് യെറ്റ് ആ ഒരു 1-on-1 ഒക്കെ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അതെ. ഇപ്പോൾ അക്ഷയുടെ കേസിൽ സക്സസ് എന്ന് പറഞ്ഞൊരു എയിം ആയിട്ടല്ല അക്ഷയ് കാണുന്നത്, അതൊരു പ്രോസസ്സാണ്. ആൻഡ് ആ പ്രോസസ്സ് മാക്സിമം എൻജോയ് ചെയ്യണം എന്നുള്ളൊരു എയിമുള്ള ആളാണ്. സോ വാട്ട് നെക്സ്റ്റ്? ഹൗ ആർ യു ഗോയിങ് ടു പ്ലാൻ യുവർ ഫ്യൂച്ചർ നൗ? സർ നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗൈൻ ഗോയിങ് ടു റൈറ്റ് ദ പ്രിലിംസ് ഈ വട്ടം. കാരണം ഈ റാങ്ക് വെച്ച് ഞാൻ ജനറൽ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സർവീസ് കിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ 2 അറ്റംപ്റ്റ് കൂടെ ബാക്കിയുള്ളൂ. ഏജന്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അഗൈൻ ഗോയിങ് ടു ഐ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ. വെരി ഗുഡ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നാണ് പേഴ്സണലി പ്ലാൻ ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത് ഇനി? ഓഫ് കോഴ്സ് ഞാൻ പ്രിലിംസ് മോഡിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് കാലമായി. കഴിഞ്ഞ പ്രിലിംസിന് കഴിഞ്ഞ് പിന്നെ മെയിൻസും ഇന്റർവ്യൂ ആയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതെ, മെയിൻസും ഇന്റർവ്യൂ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും പ്രിലിംസിലേക്ക് വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല വിത്ത് റാങ്ക്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച അത് ആയി വരാനൊരു പിക്കപ്പ് ചെയ്ത് വരാൻ സമയം പിടിച്ചു. ബട്ട് ഇപ്പം ഞാൻ ആ മോഡിലേക്ക് എത്തി. ഇപ്പോൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിലിംസിലും CSATലും ഞാൻ വേറെ കഴിഞ്ഞ കൊല്ലം എടുത്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടിനും ഈക്വലായിട്ട് ടൈം കൊടുക്കുന്നു. ബട്ട് ഇറ്റ് ക്യാൻ വേരി ഫോർ എവ്രി വൺ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കാര്യം പറയണ പോലെ ഞാൻ CSAT ഒരു വട്ടം മൈന്യൂട്ട് സ്കോറിന് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം അതിൽ എഫേർട്ട് ഇടുന്നു രണ്ടും. കാരണം CSAT ക്യാൻ ബി ടഫർ. ഇറ്റ് ഈസ് ബിക്കമിങ് ടഫർ എവ്രി ഇയർ. ലാസ്റ്റ് ഇയർ പോലും പ്രിലിംസിന്റെ കട്ട് ഓഫ് കുറയാനുള്ള കാരണം CSAT ആണ്. അപ്പം ഏത് ആസ്പിറൻസിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളതും CSATനെ ലൈറ്റ് ആക്കി എടുക്കരുത്. കാരണം പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കും അതാണ്. ചിലപ്പോൾ മാത്സ് മാത്രം ഫോക്കസ് ചെയ്യും, ചിലപ്പോൾ കോംപ്രഹെൻഷൻ മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിലൊരു 20-30 കോംപ്രഹെൻഷൻ ചോദിച്ചാൽ 10 ടഫായി കഴിഞ്ഞാലും അപ്പോൾ നമ്മുടെ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. പിന്നെ ഒരു സ്ട്രാറ്റജി എക്സാമിന് എങ്ങനെ വെക്കുക, കഴിഞ്ഞ പോലത്തെ അതേ സ്ട്രാറ്റജി തന്നെയാണ് പ്രിലിംസിന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻസിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടെ കണ്ടന്റ് ബെറ്റർ ആക്കുക. കാരണം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും അബവ് ആവറേജ് സ്കോർ ഉണ്ട്. എക്സെപ്റ്റ് ഫോർ 1 ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്കോർ കുറഞ്ഞത്. സോഷ്യോളജി പേപ്പർ 1 ആണ് എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുന്നുണ്ട്. എഫേർട്ട് ഇടുക. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആസ്പിറൻസിന് വാട്ട് മെസ്സേജ് ക്യാൻ ഐ ടോപ്പർ ഗിവ്? സർ, ഒന്ന് ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാണ്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഭയങ്കര ടയറിംഗ് ആണ്. ഓഫ് കോഴ്സ് എൻജോയ് ചെയ്താലും കേക്ക് വോക്ക് അല്ല. കാരണം കോൺസ്റ്റന്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ചിലപ്പോൾ ഇന്നൊരു മോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്കോർ ചെയ്യും, ഒരാഴ്ച നമ്മൾ സന്തോഷമായിരിക്കും, നെക്സ്റ്റ് ആഴ്ചയിലത്തെ മോക്ക് വളരെ, അപ്പോൾ ഒരാഴ്ച വീണ്ടും പോവും. അത് കോൺസ്റ്റന്റ്ലി ഒരു സൈക്കിളാണ്. അതിനെ അതിജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എനി വൺ ക്യാൻ ഡു ഇറ്റ്. കാരണം ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ഒന്നല്ല. ഞാൻ പാസ്സായപ്പോൾ എൻ്റെ പല ബന്ധുക്കളും വന്ന് നീ പഠിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ സോ ഇറ്റ് ജസ്റ്റ് നീഡ്സ് യുവർ പെർസിവറൻസ്. പലർക്കും ഉള്ളൊരു ചിന്തയാണ് ഇതൊക്കെ ഭയങ്കര ബുജികൾക്ക് പറഞ്ഞിട്ടുള്ള ഫീൽഡാണെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല, ആർക്കും ചെയ്യാം. ബേസിക്കലി നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറായിരിക്കണം. തെറ്റെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുക, അത് റെക്ടിഫൈ ചെയ്യുന്നത്.
പിന്നെ ഓഫ് കോഴ്സ് UPSC അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ സബ്ജക്റ്റീവ്നെസ്സും അറിയില്ല. അതെ, സോ നമ്മൾ അതും പറയണം, എല്ലാം ഹങ്കി ഡോറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതെ, മറ്റുള്ളവരെ വെച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ ബെറ്റർ ആയിരിക്കണം. സോ ദർ ഇസ് ഓൾവേസ് എ സബ്ജക്ടിവിറ്റി. അപ്പോൾ ദൈവത്തിനെയും വിളിക്കുക. അതെ, എക്സാക്ട്ലി. ഓൾസോ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ബോർഡ് മാറുന്നതിനനുസരിച്ച് പല ബോർഡിലും 215 വരെ പോയിട്ട് 215 വരെ പോയിട്ട് ചിലത് 130, 90 വരെ പോയിട്ട്. അതാണ് എന്റെ ബോർഡിൽ തന്നെ ഞാൻ കേട്ടത് 120 to 200 വരെ പോയിട്ടുണ്ട്. അത്രയും വേരിയേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ ബോർഡിൽ രാജ് ശുക്ല സാറായിരുന്നു, ഒരു ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. അപ്പോൾ ആളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, കാരണം അതൊക്കെ എനിക്ക് അമൃതയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരു യൂണിഫോം ജോബിൽ ഇരിക്കുന്ന ആളുടെ മുമ്പിൽ നമ്മൾ ഓൾറെഡി ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ അവിടെയും ഇന്ററാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പോൾ സോ ഹാപ്പി ടു ഹോസ്റ്റ് യു ഹിയർ അഗെയിൻ വൺസ് അഗെയിൻ. അക്ഷയുടെ ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇൻസ്പയറിംഗ് ഫോർ അസ്, നോട്ട് ജസ്റ്റ് ഫോർ ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ഫോർ ദ ഫാക്കൽറ്റി ആൻഡ് ദ എൻറ്റയർ അമൃത ടീം. കാരണം നമ്മുടെ ഒരു PCM സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് ആ ഒരു ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സി ദ റിസൾട്ട് ഈസ് എൻറ്റയർലി ഹിസ്. സ്വന്തം ഹാർഡ് വർക്കിലാണ് അക്ഷയ് നേടിയെടുത്തിരിക്കുന്നത്. ബട്ട് ആ ഒരു സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി മച്ച് ഞങ്ങൾക്കുള്ള ഒരു വലിയൊരു ഹാപ്പിനെസ് ആണ്. സോ വൺസ് അഗൈൻ കൺഗ്രാചുലേറ്റിംഗ് യു. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ ഇതിനേക്കാളും ബെറ്റർ റാങ്ക് വെച്ചിട്ടുള്ള ഒരു ബെറ്റർ ഇന്റർവ്യൂ ഇവിടെ വെക്കാൻ നമുക്ക് പോസിബിലിറ്റി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. താങ്ക് യു. Amrita IAS Academy.